അനുഗ്രഹ സാക്ഷ്യത്തിൻ്റെ സമയമാണ്. വരും നിമിഷങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ നൈറ്റ് വിജിലുകളിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചുമാണ്. ഈ സമയങ്ങളിൽ അനേകർ വിശ്വാസം ഉണരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം. ഈ സെക്ഷൻ നയിക്കുന്നത് ഷാലോമിൻ്റെ ശുശ്രൂഷകനായ മാത്യു ജോസഫാണ്. അദ്ദേഹത്തിലൂടെ നമുക്ക് കർത്താവിൻ്റെ വീര്യപ്രവർത്തികളെക്കുറിച്ച് കേൾക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളെ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് മാനവ ചരിത്രത്തിൻ്റെ ഏടുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാകും. നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിട്ടിട്ടില്ല. നമ്മുടെ വേദനകളിൽ, നമ്മുടെ കണ്ണുനീരിൽ കടന്നു വന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ അവഗണിക്കാത്ത ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. കരമുയർത്തി ഹല്ലേലൂയ. ഏത് കാലഘട്ടം പരിശോധിച്ചാലും ആ സത്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമത്തത്തിൻ്റെ കീഴിൽ കഴിയുന്ന കാലഘട്ടം നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേൽ ജനം അവിടെ നരകയാതനയാണ് അനുഭവിക്കുന്നത്. അങ്ങനെ ഒത്തിരി സഹിച്ച് അവരുടെ വേദന രോദനമായി കണ്ണുനീരായിട്ട് ദൈവസന്നിധിയിൽ ഉയർന്ന് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു അവസ്ഥയിൽ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ മനോഹരമായ ആത്മീയ അനുഭവം അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുകയാണ്. അവിടെ വചനം ഇങ്ങനെ പറയുകയാണ്: എൻ്റെ ജനത്തിൻ്റെ പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു, അവരെ വിമോചിപ്പിക്കുവാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ പീഡനം കണ്ട് അവരുടെ രോദനം കേട്ട് ഇറങ്ങി വന്നവനായ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന, ഇന്നെ ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളും അനുഭവിക്കുന്ന ഭാരങ്ങൾ കണ്ട്, ദുഃഖങ്ങൾ കണ്ട്, നിയോഗങ്ങൾ കണ്ട് നമ്മളെ വിമോചിപ്പിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന ഒരു വിമോചന പ്രവൃത്തിയാണ് ഈ നൈറ്റ് വിജിലിലൂടെ സംഭവിക്കുന്നത്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഓരോ കാലഘട്ടങ്ങളിലും തൻ്റെ ജനത്തെ സന്ദർശിക്കുവാൻ വ്യത്യസ്തങ്ങളായ വഴികളാണ് തിരഞ്ഞെടുക്കുക. പ്രവാചകരിലൂടെ, ചില പ്രത്യേക സ്ഥലങ്ങളിലൂടെ, ചില പ്രത്യേക ദൈവ ശുശ്രൂഷകളിലൂടെ ദൈവം തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പ്രത്യേകമായി കഴിഞ്ഞ മാസങ്ങളിൽ ദൈവം ഈ ഷാലോം മിനിസ്ട്രിയിലൂടെ, പ്രത്യേകമായി നൈറ്റ് വിജിലിലൂടെ നമ്മുടെ വേദനകളിലേക്ക്, നമ്മുടെ നിലവിളിലേക്ക് കടന്നു വന്ന ഏതാനും സാക്ഷ്യങ്ങൾ ലോകസമക്ഷം നമ്മൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതിലൂടെ ഇന്നും ജീവിക്കുന്നവനായ ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയുവാൻ, യേശു ഏക പരിഹാരമാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുവാൻ, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശു ഉത്തരമാണെന്ന ബോധ്യത്തിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിൻ്റെ പക്കലേക്ക് ഒന്ന് കരം ഉയർത്തിക്കൊണ്ട് ഈ നൈറ്റ് വിജിലിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ കുടുംബങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത എല്ലാ നന്മകളെയും ഒന്ന് ഓർത്ത് ഈശോയ്ക്കൊന്ന് മഹത്വം കൊടുത്തൊന്ന് സ്തുതിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാമോ? ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, അങ്ങ് തിരഞ്ഞെടുത്ത ഈ രാത്രിയെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കേണ്ട കർത്താവേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അങ്ങിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കിയ ഒരു സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ വാഴ്ത്തട്ട കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, എല്ലാ സാക്ഷ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. മഹനീയ പ്രവർത്തികൾ ഈ പ്രാർത്ഥനാ കൂടാരത്തിലൂടെ അവിടുന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചൊരിഞ്ഞതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും സാക്ഷ്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ ശ്രവിക്കാം, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ സാക്ഷ്യം തച്ചൻപാറ എന്ന സ്ഥലത്ത് നിന്ന് ആനിയമ്മ എന്ന സഹോദരി എഴുതി അറിയിച്ചതാണ്. ഈ സാക്ഷ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത, പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം മനുഷ്യൻ്റെ ശാരീരികമായ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് തലത്തിലുണ്ട്. അതിലെനിക്കെപ്പോഴും പലപ്പോഴും വിഷമം തോന്നിയ ഒരു വൈകല്യമാണ് സംസാരത്തിൽ വിക്കുള്ളവർ, സംസാര തടസ്സമുള്ളവരെ കാണുമ്പോൾ മനസ്സിലൊരു നീറ്റൽ അനുഭവപ്പെടാറുണ്ട്.
അവരോട് പരമാവധി നമ്മളൊക്കെ സംസാരത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. കാരണം അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ദൈവം അങ്ങനെയുള്ള ജീവിതങ്ങളെ തൊടുന്നു, സുഖപ്പെടുത്തുന്നു, അവർക്ക് സംസാര ശക്തി നൽകുന്നു എന്നുള്ള പ്രകടമായ ഒരു സാക്ഷ്യമാണ്, ഒരു പ്രവൃത്തിയാണ് നമ്മൾ ആദ്യമായിട്ട് വായിച്ചു കേൾക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന കണ്ട് അവർ ഈ കൊച്ചു കുഞ്ഞിൻ്റെ സംസാര തടസ്സത്തിൻ്റെ വേദന കണ്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ നൈറ്റ് വിജിലിന് ടി വിയിൽ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ആ കുഞ്ഞിനെ തൊട്ടു, സംസാര ശക്തി കൊടുത്തു. മാത്രമല്ല, നാളുകളായുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ എന്ന അസുഖത്തിൽ നിന്നും കർത്താവ് ഈ കുഞ്ഞിന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ വാക്കുകളിൽ നമുക്കിതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ മകൻ്റെ കുട്ടി ആരോണിന് ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് ഞാൻ ഈ കത്ത് എഴുതുകയാണ്. കുഞ്ഞിന് 3 വയസ്സായപ്പോൾ സംസാരത്തിന് വിക്കുണ്ടായി. ഒരു വാക്ക് പറയണമെങ്കിൽ നാവിൻ്റെ തുമ്പത്ത് അത് അര മിനിറ്റ് തടസ്സപ്പെട്ടതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഈ കാരണത്താൽ ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു. കൂടാതെ കുഞ്ഞിന് 2 പ്രാവശ്യം മാസത്തിൽ ശ്വാസം മുട്ടൽ രോഗവും വരുമായിരുന്നു. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ജാഗരണ പ്രാർത്ഥനയുടെ സമയത്ത് കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ എഴുതി TV-യുടെ മുമ്പിൽ വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ട ദൈവം വിക്കും ശ്വാസം മുട്ടലും മാറ്റിക്കൊടുത്തു. കുഞ്ഞിനിപ്പോൾ 5 വയസ്സായിരിക്കുന്നു. രോഗം മാറ്റി തന്ന ഈശോയ്ക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ ഇന്നും നമ്മുടെ കൂടെ നടക്കുന്നവനാണ്. ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസ്തുതി പാടി കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ സാക്ഷ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സന്തോഷത്തോടെ കരങ്ങൾ അടിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അത്ഭുതം ചെയ്ത ഈശോയ്ക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സാക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. ദൈവത്തിന് അസാധ്യത എന്നൊന്നില്ല. എല്ലാം സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനേകരുടെ സാക്ഷ്യങ്ങളിലൂടെ കണ്ടുമുട്ടുന്നത്. ദൈവം ഇങ്ങനെയെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമോ? ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിയോഗങ്ങളിലേക്ക് ദൈവത്തിന് കടന്നു വരാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കുന്നവരെ പലപ്പോഴും നമ്മളുമൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈ മേഖലയിൽ നമ്മളൊരു പരിധി വെക്കരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതായി, കടന്നു വരാൻ കഴിയാത്തതായി ഒരു പ്രശ്നവുമില്ലെന്ന് ഈ സാക്ഷി നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വയനാട് ജില്ലയിലെ ബത്തേരിയിൽ നിന്ന് ജ്യോതി തോമസ് ആണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ആ സഹോദരിയുടെ വാക്കുകളിൽ തന്നെ വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ സാക്ഷ്യം ശ്രവിക്കാം. നൈറ്റ് വിജിലിലെ ഒരു പ്രേക്ഷകയാണ് ഞാൻ. എല്ലാ മാസവും നൈറ്റ് വിജിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ നവംബർ മാസമായപ്പോഴേക്കും ഞങ്ങളുടെ കിണറിലെ വെള്ളം വറ്റുവാൻ തുടങ്ങി. 1 കപ്പ് വെള്ളം പോലും ഇല്ലാത്ത ഒരു സ്ഥിതി നവംബർ മാസത്തിൻ്റെ അവസാനമായപ്പോഴേക്കും വന്നു ചേർന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ആഴത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കിണറുകളിലൊക്കെ വെള്ളം പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് വാസ്തവത്തിൽ മെയ് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, നവംബർ മാസത്തിൽ തന്നെ ഈ സഹോദരിയുടെ കിണറ്റിലെ വെള്ളം 1 കപ്പ് പോലും കോരുവാൻ കഴിയാത്ത വിധം പറ്റിയെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആ കിണറ്റിലെ ജലസ്രോതസ്സിൻ്റെ അല്ലെങ്കിൽ ഉറവയുടെ ദൗർലഭ്യത്തെയാണത് കാണിക്കുക. ഹല്ലേലൂയ. വീണ്ടും ശ്രവിക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ
നൈറ്റ് വിജിലിലേക്ക് ഈ മകൾ കത്തെഴുതി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചു. ജാഗരണ പ്രാർത്ഥനയിൽ ഡിസംബറിലെ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുചേരുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കിണറിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ റിങ്ങിന് ചുറ്റും വെള്ളം പനച്ചിറങ്ങുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. ഞങ്ങൾ അടിച്ചൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായൊരു പ്രവൃത്തി. തുടർന്ന് മകൾ എഴുതുകയാണ്, ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരിക്കൽ പോലും വെള്ളം പറ്റാതെ ദൈവം ഞങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ചു. ഈ വരൾച്ചയുടെ കാലത്ത് ഒരിക്കൽ പോലും വെള്ളം പറ്റാതെ അന്നത്തെ പ്രാർത്ഥനയിലൂടെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ കാണുന്ന കാഴ്ച, റിങ്ങിന് ചുറ്റും വെള്ളം പനച്ചിറങ്ങി കിണറ്റിലേക്ക് വെള്ളം വരുന്ന ഒരു അനുഭവം അവൾ കാണുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിസ്മയ പ്രവൃത്തികളെന്ന് ഓർക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഗാനത്തോട് ചേർന്ന് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പരിശ്രമിക്കാം. നന്നായി കരങ്ങളടിച്ച് അഭിഷേകത്തോടെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ഇന്നും ജീവിക്കുന്നവനായ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കർത്താവേ, കൂടെയുള്ളവനെ സ്തുതിക്കുന്നു. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരാണ്. ഒരുപാട് യുവജനങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഒരു ഭാരപ്പെടുകയാണ്. എന്താകുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ. അവർക്കുള്ളൊരു സന്ദേശം ഈ വിദ്യാർത്ഥിയുടെ കത്തുകളിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും. കർത്താവിൻ്റെ വചനം പറയുകയാണ്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. നിശ്ചയമായും ഓരോ ദൈവവൈതലിനെ കുറിച്ചും ശുഭകരമായ പ്രത്യാശകരമായ ഒരു ഭാവി മെനയുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ആശ്രയിക്കുമ്പോൾ ഒരു ജീവിതത്തിൽ എപ്രകാരം ദൈവം ഇടപെടുമെന്നതിൻ്റെ ഉത്തമമായ ഒരു സാക്ഷ്യമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. ദൈവത്തെ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ ദൈവം ചെയ്ത മഹനീയ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കാം. മലപ്പുറം ജില്ലയിലെ പരിയാപുരം എന്ന സ്ഥലത്ത് നിന്ന് ഷാരോൺ ജെയിംസ് എന്ന വിദ്യാർത്ഥി തൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുകയാണ്. മകൾക്ക് കിട്ടിയ പ്രകടമായ പരീക്ഷാ വിജയം, ജോലി മേഖലയിൽ കിട്ടിയ അത്ഭുതകരമായ അനുഗ്രഹത്തെ മകൾ സാക്ഷിക്കുന്നു. മകളുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എനിക്ക് BSc നഴ്സിംഗ് എക്സാം സമയത്ത് ചിക്കൻ ബോക്സ് വന്നിരുന്നു. രോഗാവസ്ഥ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഞാൻ ആ സമയത്ത് ഷാലോം നൈറ്റ് വിജിലിൽ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു. അത്ഭുതകരമായി എൻ്റെ എക്സാം 15 ദിവസത്തേക്ക് നീട്ടിവെക്കുകയും, ദൈവപ്രവൃത്തി ശ്രദ്ധിക്കണമേ, അത്ഭുതകരമായി എൻ്റെ എക്സാം 15 ദിവസത്തേക്ക് നീട്ടിവെക്കുകയും നന്നായി എക്സാം ചെയ്യുവാൻ കഴിയുകയും ചെയ്തു. 61% മാർക്കോടുകൂടി ഫൈനൽ ഇയർ പാസ്സായി. അതിനുശേഷം ജോലിക്കായി പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് മെയ് 3 ഷാലോമിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. അന്നു തന്നെ കോട്ടയത്ത് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടുകയും ബോംബെയിൽ റിലയൻസ് ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരു വിദ്യാർത്ഥി പ്രാർത്ഥിച്ചപ്പോൾ രോഗാവസ്ഥയിൽ അവൾ പ്രാർത്ഥിച്ചു. അവൾക്ക് വേണ്ടി ദൈവം നിയമങ്ങളെ മാറ്റി എഴുതി പരീക്ഷ 15 ദിവസത്തേക്ക് നീട്ടിവെച്ചു. അവൾക്ക് പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവസരം കിട്ടി. നന്നായിട്ട് പരീക്ഷകൾ അവൾ പാസ്സായി. ആ നാളുകളിൽ വീണ്ടും അവൾ ഷാലോമിന് നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ഒരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി ആ പ്രാർത്ഥനാ സഹായം ചോദിച്ച് കഴിഞ്ഞ മാസത്തിലെ മെയ് 3 ഷാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം അന്നേ ദിവസം തന്നെ അവൾക്ക് ഇൻ്റർവ്യൂവിനുള്ള ഓർഡർ വരികയാണ്. കോട്ടയത്ത് അവൾ അന്ന് തന്നെയുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അവൾക്ക് മനോഹരമായൊരു ജോലി ദൈവം ഉയർത്തി കൊടുത്തു. ഹല്ലേലൂയ. ആ മകളുടെ വാക്കുകൾ ശ്രദ്ധിക്കണമേ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ
നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള പൊന്നീശോയ്ക്ക് 1000 നന്ദി പറയുന്നു എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവദാസിയോട് ചേർന്ന് നമുക്ക് 3 കരങ്ങളൊന്നും ഉയർത്തി പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ആഗ്രഹിക്കുന്നതിന് വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള പ്രത്യേക ദൈവത്തിരുകരവും ഉയർത്തി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്റെ ദൈവമേ, നീ വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണെന്ന് ഏറ്റു പറയുന്നു. ദൈവമേ, ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും വലിയ കാര്യങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നവനാണ് നീ ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. മഹത്വം കർത്താവേ, വിശ്വസിക്കുന്നു. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് ദൈവസന്നിധവും ഞാൻ സ്തോത്രം പാടിയിടും. ദൈവം നൽകിയ നന്മകൾക്കാ, ദൈവം ഏകീതൻ സൂനുവെ പാപി എനിക്കായി ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടാവോ ചേർന്ന്? കൈകളെ ഉയർത്തി ഒരുമിച്ച് പാടാം. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. വീണ്ടും ആവർത്തിക്കുന്നു. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, അടുത്ത സാക്ഷ്യം സ്പെയിനിൽ നിന്ന് ഒരു സഹോദരിയുടെ പേര് വത്സ വർഗീസ്. സ്പെയിനിൽ നിന്ന് ആ സഹോദരിയുടെ നാട് പൂവത്തുമുട്ടിലാണ്. സഹോദരിയുടെ ജീവിതത്തിൽ ചെയ്ത മഹനീയ കാര്യങ്ങൾ ആ മകള് തൻ്റെ കൈപ്പടയിൽ എഴുതി നമ്മളെ അറിയിക്കുകയാണ്. വായിച്ചു കേൾക്കാം. 2012 ഞാൻ ആദ്യമായി നൈറ്റ് വിജിൽ കാണുന്നത്. അന്ന് തുടങ്ങി ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കസിൻ മേരി ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ 4ാം ഘട്ടം കഴിഞ്ഞിരുന്നു. ഡോക്ടർ പറഞ്ഞു 3 മാസം വരെ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന്. ഞങ്ങൾ നൈറ്റ് വിജിലിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായി ഇപ്പോഴും എൻ്റെ കസിൻ ജീവിച്ചിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ ഡിപ്രഷൻ രോഗിയായിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ശാലോമിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ രോഗം കുറഞ്ഞു. എല്ലാ മാസവും ഞാൻ നൈറ്റ് വിജിൽ കാണുന്നതിനുണ്ട്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്പെയിനിൽ 4 മക്കൾക്ക് ദൈവം മക്കളെ കൊടുത്തി അനുഗ്രഹിച്ച സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ പങ്കുവെക്കുകയാണ്. അതുപോലെ സ്വന്തം നാടായ പൂവത്തും ചേരിയിൽ 3 ദമ്പതികൾക്ക് ദൈവം മക്കളില്ലാതിരുന്ന മക്കൾക്ക് ദൈവം മക്കളെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരമുയർത്തി നമുക്ക് അടിക്കാം. ഹല്ലേലൂയ. ഗാനം ആലപിച്ച് യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങൾ, അത്ഭുത അനുഗ്രഹങ്ങൾ. യേശുക്രിസ്തു എന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. യേശുവിനെ കണ്ടുകൊണ്ട് യേശുക്രിസ്തു എന്നും ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. Praise the Lord. അവസാനമായി പങ്കുവെക്കുന്ന ഈ സാക്ഷ്യം എന്നെ വായിച്ചപ്പോൾ ഒരുപാട് സ്പർശിച്ച ഒരു സാക്ഷ്യമാണ്. ഇത് കഴിഞ്ഞ മാസത്തെ നൈറ്റ് വിജിലിൽ ഈ പ്രാർത്ഥനാ കൂടാരത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച ഒരു ദേവദാസിയുടെ ജീവിതമാണ്. ആ മകളുടെ ശാരീരിക രോഗസൗഖ്യത്തിൻ്റെ വലിയ പ്രത്യേകതകൾ കൊണ്ടല്ല ഞാനിത് പറയുന്നത്, മറിച്ച് ആ മകളുടെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ഒരു ദർശനം എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ആ മകളുടെ വാക്കുകളിൽ തന്നെ നമുക്കത് ശ്രമിക്കാം. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ നൈറ്റ് വിജിൽ വരുമ്പോൾ എനിക്ക് ശക്തമായ നടുവേദന ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടിയെ എൻ്റെ ചേച്ചിയായിരുന്നു എടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പോലും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇരുന്നു കൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. ആരാധനയുടെ സമയത്ത് നടുവേദന മാറ്റിത്തരണമേ എന്നോ മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല. അതാണ് അവളുടെ പ്രത്യേകത.
ഇരുന്നു കൊണ്ടാണ് ഈ പ്രാർത്ഥന ശുശ്രൂഷ മുഴുവൻ പങ്കെടുത്തത്. നടുവേദന കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. എന്നാൽ ദിവികാരനെ അൽത്താരയിലേക്ക് എഴുന്നള്ളത്ത് കൊണ്ടുവന്ന് വന്ന സമയത്ത് ഞാൻ ഇത്ര മാത്രമേ എൻ്റെ കർത്താവിനോട് പറഞ്ഞുള്ളൂ. ചുങ്കക്കാരൻ ദൂരെ നിന്ന് മാറത്തടിച്ച് നിലവിളിച്ചതുപോലെ, എൻ്റെ കർത്താവേ, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഞാനിവിടെ ഇരിപ്പുണ്ട് എന്ന് നീ ഒന്ന് ഓർക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മുതൽ എനിക്ക് നടുവേദന ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം കേട്ടപ്പോൾ ഞാനിങ്ങനെ ധ്യാനിച്ചു പോയി. സങ്കീർത്തകൻ 38:9 എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല. ഹല്ലേലൂയാ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും അറിയാത്തൊരു മനുഷ്യനാകാം. ഏകാന്തതയിൽ ആരും അറിയാതെ ഇരുന്ന് എൻ്റെ ദൈവമേ മാത്രം വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാകാം. പക്ഷേ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ തേങ്ങൽ അറിയുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത്ര നല്ല രക്ഷകൻ വേറെ ഇല്ലൂഴിയിൽ പാടി ആരാധിക്കാം. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തല്ലുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊല്ലാൻ പോര വാക്കുകൾ. ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊല്ലാൻ പാടി ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. പാട്ടുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്ര അധികമായി കർത്താവ് ഈ കൂടാരത്തിലൂടെ മഹനീയ കാര്യങ്ങൾ ചെയ്യുകയാണ് ലോകത്ത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ, ഈ മിനിസ്ട്രി വളരണം. ഇനിയും നമ്മളിതിൻ്റെ പിന്നിൽ ആത്മാവിൽ ഐക്യപ്പെട്ട് നമ്മൾ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശക്തമായൊരു സുവിശേഷ വേല തന്നെയാണ്. ഭൂമിയിൽ രണ്ടുപേരെ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നമ്മുടെ കർത്താവ് നടത്തി തരുമെന്നുള്ള ഉറപ്പ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ലോകത്തെമ്പാടുമായിരിക്കുന്ന അനേകം മക്കളോട് ചേർന്ന് ഈ മിനിസ്ട്രി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് താഴ്മയോടെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഈ സമയം ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസത്തോടെ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ലോക സുവിശേഷവൽക്കരണത്തിനായി അവിടുന്ന് രൂപം കൊടുത്ത ശാലോം മിനിസ്ട്രിയെ ഓർത്ത്, ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കട്ടെ, ഞങ്ങളങ്ങേ ആരാധിക്കട്ടെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അവിടുന്നാണ് ഏക രക്ഷകനെന്ന്, ഏക കർത്താവെന്ന് ലോകത്തോട് പറയുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത ശാലോം ടിവിയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോം ടിവിയെ, ഷാലോം ടിവിയെ, ഷാലോം ടിവി പ്രോഗ്രാമുകളെ, ഷാലോം ടിവി പ്രോഗ്രാമുകളെ അവിടുന്ന് ആശീർവദിക്കണമേ, അവിടുന്ന് ആശീർവദിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഷാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷകൾക്ക് വേണ്ടി, പ്രസിദ്ധീകരണ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങളിതാ ഒരു മനസ്സോടെ കരങ്ങൾ ഉയർത്തി തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാലോം ടൈംസിനെ അനുഗ്രഹിക്കണമേ, 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 അനുഗ്രഹിക്കണമേ. സൺഡേ ഷാലോമിനെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഷാലോം ടൈംസിന്റെ ഇംഗ്ലീഷ് പതിപ്പിനെയും തമിഴ് പതിപ്പിനെയും വീണ്ടും അനുഗ്രഹിച്ചുയർത്തണമേ. യേശു നാമത്തിൽ ഷാലോം പ്രസിദ്ധീകരണങ്ങളുടെ സർക്കുലേഷൻ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, വായനക്കാർ വർദ്ധിക്കട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹപിതാവായ ദൈവമേ, ഷാലോമിന്റെ ഔട്ട്റീച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഷാലോം ധ്യാനങ്ങൾ, ഷാലോം കൺവെൻഷനുകൾ, ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക്, തിരുസഭയ്ക്ക് ഒരു അനുഗ്രഹമായി മാറ്റണമേ. അനേകായിരങ്ങൾ രക്ഷയിലേക്ക് വരുവാൻ ഷാലോം ശുശ്രൂഷകളെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാലോമിന് നേതൃത്വം കൊടുക്കുന്ന ബെന്നിസാറിനെയും മാത്യു സാറിനെയും എല്ലാ ശുശ്രൂഷകരെയും ഈ രാത്രിയിൽ അവിടുന്ന് സന്ദർശിക്കണമേ. കാലത്തിന് അനുയോജ്യമായ പുതിയ അഭിഷേകം നൽകി, പുതിയ ജ്ഞാനം നൽകി, ഞങ്ങളുടെ നേതൃത്വനിരയെ അനുഗ്രഹിച്ചാലും കരവും ഉയർത്തി ഒരു നിമിഷം ഒന്ന് സ്തുതിക്കാൻ പരിശ്രമിക്കാം. ഷാലോമിന്റെ ശുശ്രൂഷകർ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുവിന്റെ കരം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകരെ ഉയർത്തി അനുഗ്രഹിക്കട്ടെ. യേശു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, കരം നീട്ടണമേ. അങ്ങേ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാൻ, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണാൻ, അടയാളങ്ങൾ കാണാൻ, രോഗശാന്തികൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി ഷാലോമിന്റെ സഹകാരികളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി വീണ്ടും ഷാലോമിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെ ഓർത്ത് വീണ്ടും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഷാലോം മിനിസ്ട്രിയോട് ചേർന്ന് ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി അധ്വാനിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഈ രാത്രിയിൽ സന്ദർശിക്കണമേ. ഷാലോം പീസ് ഫെലോഷിപ്പിലെ എല്ലാ അംഗങ്ങളെയും
സകലത്തെയും സമർപ്പിച്ച് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങൾ ഫലമണിയട്ടെ. ശാലോം പ്രസിദ്ധീകരണങ്ങളുടെ വിതരണ സംവിധാനത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഏജന്റുമാരെയും പോസ്റ്റൽ ജീവനക്കാരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ശാലോം ടിവി പ്രോഗ്രാമുകൾ സൗജന്യമായി പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ കേബിൾ ഉടമകളെയും സഹകാരികളെയും പ്രാർത്ഥന കൊണ്ട് ഈ ശുശ്രൂഷയെ താങ്ങി നിർത്തുന്ന എല്ലാ ജീവിതങ്ങളെയും രാത്രിയിൽ അനുഗ്രഹിക്കണമേ. യേശുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ശാലോമിന്റെ സഹകാരികളെ എല്ലാവരെയും നമുക്ക് കാണാം. ദൈവം ഈ രാത്രിയിൽ അവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ. അനുഗ്രഹമായി മാറ്റേണമേ. യേശു ഇതാ അവരെ അനുഗ്രഹിക്കുന്ന വിശ്വാസത്തിൽ ഞാൻ കാണുന്നു. അനുഗ്രഹമായി മാറ്റേണമേ. ദാസരാമവരിൽ നീ കനിയേണമേ. അനുഗ്രഹമായി മാറ്റേണമേ. ദാസരാമവരിൽ നീ കനിയേണമേ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കരം കൂപ്പി ശാലോമിന്റെ നാഥയും മധ്യസ്ഥയുമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ശാലോം കുടുംബത്തെ സമർപ്പിക്കാം. നല്ല അമ്മേ, ശാലോമിന് വേണ്ടി, ശാലോമിന്റെ ഭാവി ശുശ്രൂഷകൾക്ക് വേണ്ടി, എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി അമ്മ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Praise the Lord.